ഈശോ മിശിഹായിൽ ഏറെ അനുഗ്രഹീതരായവരെ, കർത്താവെ, ആകാശം ചായച്ച് ഇറങ്ങി വരണമേ എന്നുള്ള ഇസ്രായേൽ ജനതയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ വന്നു പിറക്കുക. ഇസ്രായേൽ ജനത ക്രിസ്തുവിനെ രാജകൊട്ടാരത്തിൽ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവൻ വന്നു പിറക്കുന്നത് കാലിത്തൊഴുത്തിലാണ്. രാജകൊട്ടാരം എന്ന് പറയുന്നത് പണ്ഡിതനെന്നോ പാമരനെന്നോ നോക്കി ഉള്ളവനെയും ഇല്ലാത്തവനെയും വേർതിരിച്ച് മാത്രം പ്രവേശിപ്പിക്കുന്ന ഒരിടമാണ്. അങ്ങനെയുള്ള ഒരിടത്ത് പാവപ്പെട്ടവനോ സാധാരണക്കാരനോ കാലികൾക്കോ അത്ര എളുപ്പം പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാവാം ഉണ്ണിയേശു രാജകുമാരനായിരുന്നിട്ടും അവൻ കാലിത്തൊഴുത്ത് പിറക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. പ്രിയമുള്ളവരെ, കാലിത്തൊഴുത്ത് എന്ന് പറയുന്നത് രാജാക്കന്മാരെയും പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ഉള്ളവനെയും ഇല്ലാത്തവനെയും ഒക്കെ അവരായിരിക്കുന്നത് പോലെ സ്വീകരിച്ച് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരിടമാണ്. അപ്പോൾ നമുക്ക് കാലിത്തൊഴുത്ത് ഒരു പ്രചോദനമാണ്. നമ്മൾ ഇടപെടുന്നവരെയും നമ്മുടെ മക്കളെയും മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും ഒക്കെ കുറവുകളോടുകൂടെ അവരുടെ കുറവുകളോടും നിറവുകളോടും കൂടെ സ്വീകരിച്ച് സ്നേഹിച്ച് കരുതാനായിട്ട് നമ്മൾ പുൽക്കൂട് ആഹ്വാനം ചെയ്യുകയാണ്. അപ്പം ക്രിസ്മസിനായിട്ട് അടുത്തൊരുങ്ങുമ്പോൾ നമുക്ക് പുൽക്കൂട് പോലെ എളിമയുള്ളവരായി തീരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ അപ്പത്തിൻ്റെ നാടായ ബത്ലഹേമിലേക്ക് നിറവയറുമായിട്ട് യാത്ര തിരിച്ചിട്ടുണ്ട്. ഉണ്ണിയേശുവിന് പറക്കാനായിട്ട് ഒരിടം തേടി. നമുക്കും നമ്മുടെ ഹൃദയങ്ങളെ പുൽക്കൂട് പോലെ എളിമയുള്ള നന്മയുള്ള എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു നല്ല പുൽക്കൂടായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് സ്വീകരിക്കാം. ഉണ്ണിയേശു നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.